അങ്ങനെ ഇന്നലെ നമ്മൾ ലോഡ് ഇറക്കിയിട്ട് എങ്ങോട്ടും പോയില്ല, ഇവിടെ തന്നെ കിടന്ന്. ഇന്നലെ ലോഡ് ഇറക്കിയ സ്ഥലം തന്നെയാണിത്. ഇന്ന് രാവിലെ ആയി 8:30 8:40 ഇവിടെ തന്നെ ഒരു ലോഡ് സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നതാണ്. ഇവിടെ അടുത്ത് 2 കമ്പനി ഉണ്ട്, മറ്റേ ബെഡിൻ്റെ കമ്പനി ഉണ്ട്. പിന്നെ നമ്മളെ ബെഡൊക്കെ മടക്കി, പില്ലൊക്കെ ഇതൊക്കെ മടക്കി വെച്ച് പല്ല് തേക്കണം, ഫ്രഷ് ആവണം. എൻ്റെ അപ്പോഴത്തേക്ക് ഒരു വിളിക്കുമെന്ന് തോന്നുന്നു. ഞാൻ 1-2 കമ്പനിയിൽ വിളിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു വിളിക്കുമെന്നാണ് തോന്നുന്നത്. ഇന്നലെ വൈകുന്നേരം ആയില്ല, രാത്രി ആയില്ല ഇവിടെ വരാൻ. അപ്പോൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനെയാണ് സെറ്റപ്പ്. ഓ, ഒരു കട തുറന്നോ? ഞാൻ നല്ല ഉറക്കായി. ഇവിടുന്ന് നല്ല മൂവ് ആവണം. ഇതാണ് ഒരു കട. നല്ല തണുപ്പാണ് ഇവിടെ, നല്ലോണം ഉറങ്ങി. ചായക്കടയിൽ അങ്ങോട്ടാണുള്ളത്, അവിടെ പോയിട്ട് കഴിക്കണം. മോർണിംഗ്. മുപ്പര എടുത്ത ഓണർ. അങ്ങനെ പല്ലെല്ലാം തേച്ച് ഇവിടുന്ന് തൽക്കാലം വണ്ടി മാറ്റി കൊടുക്കുക. ഒരു കടേൻ്റെ മുമ്പിൽ തന്നെയാണല്ലേ. കുറച്ച് അങ്ങോട്ട് എവിടെയെങ്കിലും സൈഡാക്കി നിർത്താം. അപ്പോഴത്തേക്ക് വിളിക്കുമായിരിക്കും എന്ന് വിചാരിക്കണം. ഇതെല്ലാം കടകൾ തുറന്ന സീനാണല്ലോ. ഒന്നും വെക്കാൻ കഴിയില്ല. ഇവിടെ ബസ് നിർത്തുന്ന സ്ഥലമാണ്. അവിടെ നിർത്താൻ കഴിയില്ല. ഇവിടെ എവിടെയെങ്കിലും നിർത്താം. ചളിയിൽ പോവോ? എൻ്റെ മോള് കയറിയിട്ടുണ്ട്. അവിടെ നിർത്താം. അവിടെ നിർത്തിയിട്ട് ഒരു ചായലും കുടിച്ചിട്ട് സെറ്റപ്പ് ആക്കാം. റോഡിൽ നിന്ന് ഇറങ്ങിയില്ലേ? നിങ്ങളിങ്ങനെ ഇവിടെ ഒരു സൈഡ് നോക്കി നിർത്തിയിട്ടുണ്ട്. 2 ആൾക്കാർ ഇപ്പോൾ വിളിക്കാൻ തന്നിട്ട് ലോഡിൻ്റെ ഒരേ പ്രതീക്ഷിച്ചിരിക്കും. ഒരു കോളുണ്ടല്ലോ. ലോഡാവണേ. ലോഡല്ല. ഇനിയിപ്പോൾ എന്തായാലും ഒരു വിളിക്കട്ടെ. നമ്മൾ ഫുഡെല്ലാം കഴിക്കാം, ചായ കുടിക്കട്ടെ. നമുക്ക് ചായ കുടിക്കാം. ഡോറും കൊണ്ട് ബസ് പോയാൽ ഇതൊരു ചായക്കട ഉണ്ട്. നടന്ന് ചായക്കടയാണോ എന്ത് കടയാണോന്ന് അറിയില്ല. എണ്ണക്കടിയാണെങ്കിലൊന്നും വേണ്ട, വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇഡ്ഡലി അല്ല, ദൊഡ്ഡലി. ദോശമാരിയുള്ള ഇഡ്ഡലി. അവിടെയാണ് നമ്മളെ വണ്ടിയില്ല. അങ്ങനെ നമുക്ക് അടുത്ത ലോഡ് സെറ്റായിട്ടുണ്ട്. തൃത്താലക്കാണ് ഇവിടുന്ന്. ഗ്രാനൈറ്റാണ് ലോഡ്. നല്ല നമുക്ക് അങ്ങോട്ടേക്ക് ഇവിടുന്ന് ലൊക്കേഷനിലേക്ക് ഒരു 40-45 കിലോമീറ്റർ ഉണ്ട്. നേരെയും പോവാം, യൂട്ടേൺ അടിച്ചിട്ടും പോവാം. യൂട്ടേൺ അടിച്ചിട്ട് അത്തിപ്പല്ല വഴി അങ്ങ് പോവാമെന്നാണ് വിചാരിക്കുന്നത്. വിടാം.
നിക്കി ആർക്കും ഒന്നിനും സമയമില്ല. മിനിറ്റ് പോലും നിൽക്കാൻ ആർക്കും സമയമില്ല. നമുക്കും സമയമില്ല. ഒരു കിലോമീറ്റർ അപ്പുറത്ത് റൈറ്റാണ്. വലത്തേക്ക് പോകണം. ഇവിടെ എങ്ങാനായിരുന്നല്ലോ നമ്മൾ ഇന്നലെ ഇറക്കി കഴിഞ്ഞ. ഇതെവിടെയാണ് നിങ്ങൾ ഇന്നലെ ഇറക്കിയത്? പ്ലൈവുഡ് ഇറക്കിയ സ്ഥലം ഇതാണ്ട് ശരി. നേരെ നമ്മൾ അത്തിവല്ല ചെല്ലും. അത്തിവല്ലെന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാം. സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്ന്, ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് ചിലക്കാം. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഹോട്ടലും കാര്യങ്ങളെല്ലാം കുറവാണ്. അതുകൊണ്ട് ഇവിടുന്നാണ് ഫുഡ് കഴിച്ചത്. ബ്ലോക്കിൻ്റെ പൂരപ്പറമ്പാവും. ഒട്ടുക്കത്തെ ബ്ലോക്കാണ്. ഗ്ലാസ് ആയിട്ട് വന്നേക്കും. ആ സർവീസ് റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു 40 കിലോമീറ്റർ കൂടെ അതിൻ്റെ ഭാഗം പോവാൻ്റെ. ഏതായാലും കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണാം. അങ്ങനെ ടോളിൻ്റെ പൂരം തുടങ്ങി. നമ്മൾ ടോൾ റീചാർജ് ചെയ്തിട്ട് അങ്ങ് തുടങ്ങാം. ₹1000 ഇട്ടിട്ടുണ്ട്. ₹1000 ഇട്ടിട്ടുണ്ട്. പോകാം. ആ ചെക്കൻ എന്നാ വിൽക്കുന്നു?
അടുത്ത് പോയാലോ? ഞാൻ ബാംഗ്ലൂർ ഊബറിൽ ഓടുമ്പോൾ ഞാൻ ഇങ്ങോട്ട് 1-2 ട്രിപ്പ് വന്നിന് അങ്ങനെ ഇങ്ങോട്ട് തൃശ്ശൂർക്ക്. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് നല്ല റോഡാണ്, 1 കിലോമീറ്റർ ബാംഗ്ലൂർ. കൃഷ്ണഗിരിക്ക് ഇവിടുന്ന് 29 കിലോമീറ്റർ. നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തി. ഇവിടുന്ന് ലെഫ്റ്റിൽ അങ്ങോട്ടാണ് പോകേണ്ടത്. വണ്ടി ഉണ്ടോ? ഒരു ബൈക്കല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ആദ്യം മുട്ടിയില്ല. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇല്ല കിട്ടൂലേ? ഇത് മുട്ടുകൂടെ ഇങ്ങോട്ട് തന്നെയാണെന്നാ പറഞ്ഞത്. ഈ ലോഡ് ഒന്നും പറ്റിയിട്ട് നാട്ടിലെത്തുന്നവരെ ടെൻഷനാണ്. ഇറ്റാലിയൻ മാർബിളൊന്നും എടുക്കില്ല. സെൻറ്ററിലൊരു സ്റ്റാൻഡൊക്കെ അടിച്ചിട്ടെല്ലാം ലോഡാക്കുന്നതെന്നാണ് പറഞ്ഞത്. റിസ്ക് ലോഡാണ്. ഇവിടുന്ന് ബൈക്കും കൊണ്ടുള്ള ആൾക്കാർ ഏലല്ല പോകുന്ന ഒരു പിടുത്തമില്ല. ജസ്റ്റ് ഇവിടുന്ന് വണ്ടിയുടെ അടിയിൽ നിന്ന് പോകുന്നതിൻ്റെ പോകുന്ന അടുത്ത്. നേരത്തെ ഒരു ചെങ്ങായി ഒരു RX കൊണ്ട് പോയി വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് പോയതിൻ്റെ എനിക്ക് തോന്നുന്നു. ജസ്റ്റ് തന്നെ ഇല്ലേ? ഏതാണ് ഈ കമ്പനി? 1-2 കാണുന്നുണ്ടല്ലോ. ഈ റോഡും വന്ന് ഇറങ്ങിപ്പോക്കാൻ ടാസ്ക് ലോഡും കൊണ്ട്. എവിടെയെങ്കിലും ഒന്ന് കാറി കയറും അല്ലേ? ഏതാണോ JB? അതായിരിക്കണം. ഞാൻ വലിയ കമ്പനി. അതെല്ലാം സ്റ്റാഫിനെ കൊണ്ടുപോകാനുള്ള വണ്ടികളാണ്. ഇതാണ് കുറച്ച് വലിയ കമ്പനിയാണ്. ഇതാണ് കമ്പനി. വലിയ കമ്പനിയാണ്. ഇങ്ങോട്ടാണ് പോലും നടന്ന് സെക്യൂരിറ്റി ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. ഇതാണോ അത് പാർട്ടിക്ക് വിളിച്ചോക്കാം. അവിടെ നിന്നായിരിക്കുമല്ലോ ഇവിടെ ആക്കൽ.
हेलो हाँ अंदर हाँ ओके अंदर आ गए ठीक है आधा घंटा बच्चे हाँ ठीक है इधर खाना मिलेगा नाश्ता किधर मिलेगा हाँ ओके मैं गाड़ी बंद करके आ रहे ചായ കുടിക്കാൻ അവിടെ എന്തോ ഉണ്ട് സെറ്റപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് വണ്ടി ലോക്കാക്കിയിട്ടുണ്ട് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്തായാലും ഇത് ചാർജിലിട്ടിട്ട് പോവാം നല്ല സ്റ്റൈലും മാർബിളുണ്ട് ഇവിടെ എല്ലാം നമ്മളെ ഫ്രണ്ട്സ് അവിടുത്തെ ലോഡിങ്ങാണ് ഈ സാധനം സ്റ്റാൻഡ് വെൽഡ് ഇതെല്ലാം ചെയ്തിട്ടാണ് ലോഡാക്കുന്നത് സെൻസറെല്ലാം അയച്ച് വെൽഡിങ് എല്ലാം ചെയ്താൽ രണ്ട് സൈഡിലും ലോഡാക്കും വേറെ കമ്പനിയല്ല അടിപൊളി വൃത്തിയുള്ള വണ്ടിയാണ് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും ചുറ്റിപ്പറ്റി നിൽക്കുക അത് വെറൈറ്റി മോഡലുകളുണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് വലിയ കോഡ് വേണം അങ്ങോട്ടെല്ലാം വലിയ കോഡാണ് എന്താ वो स्टार्ट में क्रैक नहीं हो जाएगा ना स्लो जाना पड़ता है हाँ स्लोली जाएगा हाँ इस तरह बनाया हाँ आराम से एक साथ किया तो गाड़ी पलटी हो जाएगा पूरा है तो माल वेट ज़्यादा है बहुत ज़्यादा है ये पूरा ये कितना वेट हो जाएगा ये खाली है 34 पीस है 34 पीसा അടിപൊളി ലോഡാ കിട്ടിയല്ലോ സബ്ജക്റ്റ് പോയിക്കില്ല പണിയാവും ഈ ഹൈഡ്രോളിക് സെറ്റപ്പിലെല്ലാം ലോഡിങ് അല്ല പെട്ടെന്ന് പരിപാടിയെല്ലാം പെട്ടെന്ന് അടിക്കണം വെൽഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞു ഇതിന് ഈ സെൻസർ ഇടണം സെൻസർ അയച്ചു വെച്ചിട്ടുള്ള എന്താ കണ്ട ഇത് രണ്ടും അയച്ചു വെച്ചിട്ട് എന്നിട്ടാണ് വെൽഡ് ചെയ്തത് അല്ലെങ്കിൽ ഈ സെൻസറൊക്കെ അടിച്ച് 3 ലക്ഷം ഉറുപ്പിക പണിയാവും PS6 മോഡലിൽ അങ്ങനെയാണ് നല്ലോണം ശ്രദ്ധിക്കണത് അപ്പോൾ ഞാൻ ഈ സെൻസർ ഇട്ടില്ല ഞാൻ ആ സെൻസർ ഇട്ടു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ ഈ ബാറ്ററീൻ്റെ കണക്ഷനും കൂടി അയച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇത്രയായി എത്ര സെറ്റപ്പ് കിട്ടുന്നത് ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ സംഗതി പക്കയാ കുഴപ്പങ്ങളൊന്നുമില്ല ഈ കമ്പനി നല്ലൊരു സ്ഥലത്താണ് കിടക്കുന്നത് അപ്പുറത്ത് നല്ലൊരു മലയും സെറ്റപ്പാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഷീറ്റടിച്ച് കവർ ചെയ്യാനുണ്ടല്ലോ അകത്ത് കൂടി ഭംഗിയുണ്ടാവും കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു ഈ ചുറ്റുപാടൊക്കെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും ചെടിയെല്ലാം വെച്ചിട്ട് പുല്ലൊക്കെ നട്ട് സെറ്റപ്പ് ആക്കിക്കണം ടച്ചറില്ല വൃത്തികേടാക്കിയിട്ടിട്ടില്ല എൻ്റെ ഫ്രണ്ട് കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാണ് അങ്ങോട്ട് പോകാൻ കഴിയില്ല കുറച്ച് വെയിലാണ് ഇങ്ങനെ ഇവിടുന്ന് ഒരു ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ആക്കിയിരിക്കുന്നത് ഈ സ്റ്റാൻഡ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ലോഡ് ചെയ്യുക ഇതുകൊണ്ടോ മറ്റേ ഹൈഡ്രോളിക് സെറ്റപ്പിലാണ് ലോഡിങ് അല്ലേ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ പെട്ടെന്ന് ലോഡിങ് ചെയ്യും നാട്ടിൽ ചെന്നാൽ എങ്ങനെ ഇപ്പോൾ ഇറക്കാമെന്ന് അറിയില്ല ഈ ഘട്ടത്തിനകത്ത് കുറേ ടൈം എടുക്കുന്നതാണ് തോന്നുന്നത് अब कुछ बोलने के मेरा ब्लॉग है छोटा इतना कुछ बोल YouTube के लिए छोटा वीडियो बना रहे हैं
എല്ലാവരും നോക്കിച്ചിരിക്കുന്നത് എന്താ പറയാം. ഇവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ട്, ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ നമ്മൾ ലോഡായിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയാൽ ഈ സാധനം ഹൈഡ്രോളിക് സാധനം എവിടുന്ന് ഏത് പോകണമെന്ന് ഈ സാധനം വഴി ലോഡാക്കാൻ കഴിയും. നമ്മുടെ ഐറ്റം ഇവിടുത്തെ മാനേജറാണിത്. മാനേജർ അവരോട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ്. अब बताओ कुछ. हाँ क्या बताऊँ सर, बताइए आपको. कितना सिलेक्शन है आपका पास? मेरे पास 650 प्लस वैराइटीज. हाँ, इधर भी बेच सकते हैं. नहीं बेबी, ऑल इंडिया में अगर आप कहीं भी लो, मेरे पास JB मार्बल जैसा पूरा बैंगलोर में आपको कहीं नहीं मिलेगा. बिकॉज मेरे इतना वैराइटीज, 5 कटिंग मशीन CM मार्केट में तो कहीं नहीं मिलेगा. 5 कटिंग मशीन इफ यू सी केरला, मदुरई, चेन्नई, हैदराबाद, किसी के पास नहीं. हाँ हाँ, ये मैंने आप गूगल पे सर्च कर लो, ये आपको वही बताएंगे. वैराइटीज़ अगर आपको देखना है तो ये मार्केट या पूरा साउथ आप कंपेयर कर सकते हैं. आपका कंपनी का नाम इसमें डाल सकते हैं ना? नाम में पूरा सब डालो आप. हाँ ठीक है. कस्टमर जहाँ से है मैं तो हैप्पी हूँ. इसका नाम भी डालना है इसका. नाम क्या था आपका? രവീന്ദ്ര. ആ, അയാളുടെ പേരുണ്ട് രവീന്ദ്ര എന്നാണ്. വെറുതെ പറയില്ല, ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇവിടെ കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെറ്റപ്പ് ആക്കാം. ഇവർ ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് ഇരുന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് കമ്പനി എല്ലാവരും നല്ല കമ്പനിയാണ്. ഏതാ ലോഡിംഗ് മാനേജർ. ലോലി ജാബ് പെട്ടെന്ന് തുടങ്ങി. ഇത്രേ ഉള്ളൂ ലോഡ്. എല്ലാം ടൈറ്റാക്കി കെട്ടുന്നുണ്ട്. ബോഡിയെല്ലാം പണിയാവുന്ന വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല കമ്പനിയുണ്ട്. ഇത്രയും ലോഡുള്ളൂ. നല്ല വെയിറ്റ് ആയി, നല്ല ടണ്ണുണ്ട്, 10 ടണ്ണുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും കെട്ടും. എന്നിട്ട് നമ്മൾ ബില്ലും വാങ്ങി നല്ല ഇടുന്ന ഇറങ്ങും. നല്ല പോകാനേ കഴിയുള്ളൂ. സ്ട്രോങ് തന്നെ ഒട്ടുക്കത്തെ സ്ട്രോങ്ങിലാണ് കെട്ടുന്നത്. ഈ സൈഡിനും കൂടെ കെട്ടിയ കഴിഞ്ഞു. ഇങ്ങനെ ലോഡിങ് കഴിഞ്ഞ് കെട്ടിത്തീരാനായി. നല്ല ടൈറ്റ് കെട്ട, ദഹിക്കാൻ കുറച്ച് പാടുപെടും. ബില്ല് കിട്ടിയിട്ട് നല്ല ഇറങ്ങണം. തീർന്നിട്ടില്ലേ കെട്ടല്? കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് നല്ല ലോഡാ, നല്ല വെയിറ്റ് വരും. വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഉഷാറല്ലേ. ഇത് കയറ് തികയൂലേ, മൊത്തം പായിട്ടിട്ട് എല്ലാ ഹുക്കിനും ഇട്ടാലും പകുതി ബാക്കിണ്ടെന്ന കയറാണ്. ഇതിപ്പോൾ തികയൂലെന്നാ തോന്നുന്നു. ഇനി ഇതിവിടെ കെട്ടിയിടും. അത്ര പരിപാടി കഴിഞ്ഞു, കെട്ടിക്കഴിഞ്ഞു. रुको സംഗതി കഴിഞ്ഞു. ഇനി ബില്ല് വാങ്ങണം, പോണം. ആ
പുരോഗതിയാണോ? അങ്ങനെ വണ്ടി ലോഡായി, ബില്ലെല്ലാം കിട്ടി. ഇനി മെല്ലെ വിടാം. ഇവിടെ എല്ലാവരും നല്ല ഉത്തരമേൽ ആണ് പണിയെടുക്കുന്നത് തോന്നുന്നത്. എല്ലാവരും നല്ല ഹാപ്പി, എല്ലാവരും നല്ല കമ്പനി, ജാടയൊന്നുമില്ല. നമ്മൾ മെയിൻ റോഡ് എത്തണേ. മെയിൻ റോഡിൽ നിന്ന് ഒരു 100-150-200 മീറ്റർ ആവുള്ളൂ കമ്പനിയിലേക്ക്. മിററിൽ കാണുന്നുണ്ട് കമ്പനി. നമ്മൾ മെയിൻ റോഡിലെത്തി. നമ്മളിപ്പോൾ ലെഫ്റ്റ് പോകുമ്പോൾ ഫസ്റ്റ് ഒസൂർ കിട്ടും, പിന്നെ മേട്ടൂർ, പിന്നെ തൊപ്പൂർ, അങ്ങനെ 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 പോകും. നല്ല വൃത്തിക്ക് കെട്ടിക്കെന്തായാലും അങ്ങനെ 300 രൂപയ്ക്ക് കൊടുത്തു. കെട്ട് പൈസ. മെയിൻ റോഡിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം ഇലയാ വരുന്നത് ചങ്ങായാലും. സമയത്ത് 5 മണിയായി. ഇന്നലെ കണ്ട സാധനം ഉണ്ടോ? ഇവിടെ എത്തിയിട്ടുള്ളൂ. എന്താ സാധനം? ഈ നല്ല റോഡ് വന്ന് കുറച്ച് ചവിട്ടി വിടട്ടെ. നമ്മളങ്ങോട്ട് കേരളത്തിൽ അങ്ങോട്ട് എത്തിക്കേണ്ട പിന്നെ പ്രശ്നമാണ്. മെല്ലെ പോകാൻ കഴിയും. നമ്മൾ ഒസൂർ പോയിക്കൊണ്ടിരിക്കാം. ആ മല നോക്കിയേ, മലയല്ല പാറയാണ്. ഇവിടുന്ന് ഇവിടെ ഒരു സ്ഥലമുണ്ട് KGF. ഒരു KGF ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. KGF ലെഫ്റ്റിലേക്ക് KGF ആണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ KGF വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ലോഡ് എന്തേലും ആയില്ലോ. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ ടോള് കഴിഞ്ഞ് ടോള് കെട്ടിക്കാനുള്ളൊരു വഴിയില്ല. പക്ഷേ ഇതിലൂടെ പൈസയൊന്നും പിടിച്ചില്ല എന്നാണ് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സമയം 6 മണിയായി. ഇരുട്ടായി തുടങ്ങി. സൂര്യനെല്ലാം പോയി. നല്ല നല്ല പോവാം. ഡാമേജ് ഒന്നും ഇല്ലാണ്ട് കളിച്ചാൽ മതി. ഫുൾ ബ്ലോക്ക്. ടോളെല്ലാം എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒറ്റ ബ്ലോക്കായി. ടോള് കുറച്ച് നേരത്തേക്ക് വർക്ക് ചെയ്തില്ല. എന്താ പറ്റി? ഫുള്ള് ഓണടിയേനു. ഇപ്പം അന്ന് മൂവായി തുടങ്ങി. ഇങ്ങോട്ട് വന്നാൽ 3400 രൂപ ആ ടോള് പോയി. നമുക്ക് അതേ പൈസ അങ്ങോട്ടും പോകും. എൻ്റെ കേട്ടല്ലേ കാര്യമല്ലേ.
പൊന്തി കിടക്കുന്ന കാണുമ്പോൾ ഒരൊറ്റ കയറ്റൽ കയറ്റാൻ തോന്നും. പക്ഷേ മൊത്തം പൊളിഞ്ഞാട് നല്ലതൊന്നും നടക്കില്ല. കാലായി ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ വേപ്പിടിച്ചടക്കം ഉണ്ട്. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ അടന്ന് പോകും. അങ്ങനെ ഇന്നലെ നമ്മൾ ഭവാനി എത്താനായപ്പോൾ ഈ റോഡ് സൈഡിലൂടെ സൈഡാക്കി കിടന്നുറങ്ങിയായിരുന്നു. 1 മണിക്ക് അങ്ങനെ ഇവിടെ സൈഡാക്കിയതാണ്. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? സെറ്റല്ലേ? ഇവിടെ ഒന്ന് പല്ല് തേക്കണം, എന്നിട്ട് പോകണം. ചെക്കനത് എവിടാ? അങ്ങനെ പല്ലെല്ലാം തേച്ചു, ഇനി വല്ല വിടാം. ഗ്ലാസ്സിലൊരു വണ്ണാച്ചം കൂട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൈ മുപ്പറത്തിപ്പോൾ അവിടെ തന്നെ ഉണ്ട്, ഇവനോടെ ഉണ്ട്. നല്ല അടിപൊളി വല മെനഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ടാ വരുന്നാണ്ടാ എന്നെ കേരളത്തെ കൊണ്ട് ഇറക്കാം. ഇന്ന രാവിലെ വണ്ടി ഓട്ടാൻ നല്ല പ്രത്യേക സുഖമാണ്. നല്ല ഫീൽ ഉണ്ടാവും രാവിലെ എണീറ്റ് വണ്ടി ഓട്ടാനായി. അങ്ങോട്ട് നോക്കിയ ആളെല്ലാം ഫുള്ള് മഞ്ഞ. നാടെല്ലാം ഇറങ്ങി പോണേ. സെറ്റ് സ്ഥലം അതൊക്കെ. ഇതൊന്നും ബൈക്കുകാരെല്ലാം തുള്ളുന്ന കാണാൻ കഴിയില്ല. നമുക്ക് തിരക്കൊന്നുമില്ല, ഞങ്ങൾ പോയിക്കാം. കൊതു ഇന്നലെ അവിടെ വലിയ കൊതുവൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് അടിച്ചൊന്നുമില്ല. ഒരു കൊതു ഇറങ്ങി പോയി. നല്ല ചോരയെല്ലാം ഉണ്ടായില്ല, എന്നെ കടിച്ച് ചോരയെല്ലാം ഫുള്ളാക്കിയിട്ട് പോയത്. ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ഇവിടെ ഏതോ ട്രാൻസ്പോർട്ട് ഓഫീസിലല്ലോ ഇവിടെയും ഇതൊരു ലോറി ട്രാൻസ്പോർട്ട് ഓഫീസാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ വരുമ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ വീഡിയോന് വല്ലാണ്ട് ലെങ്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്തൊരു നല്ല ലോഡുമായിട്ട് വരുന്നവരേക്കും ബൈ.